ഹായ് ഓൾ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ള കുറച്ച് സംസ്കാരങ്ങളെ പറ്റിയിട്ടാണ്, അതായത് പുരാതനമായിട്ടുള്ള സംസ്കാരങ്ങളെ പറ്റിയിട്ടും പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. പ്രീ ഹിസ്റ്റോറിക്കൽ കൾച്ചേഴ്സ്, അതായത് പുരാതന സംസ്കാരം എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പോയിട്ട് ഹാരപ്പൻ സിവിലൈസേഷനോ അങ്ങനെയുള്ള സംസ്കാരങ്ങൾ എഴുതി വെക്കരുത്. ഈ പ്രീ ഹിസ്റ്റോറിക്കൽ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 4 തരത്തിലുള്ള ഏജ് ഉണ്ട്. പാലിയോളിത്തിക്കൽ ഏജ്, മിസോളിത്തിക്കൽ ഏജ്, നിയോളിത്തിക്കൽ ഏജ്, എന്നിങ്ങനെ 4 തരത്തിലുള്ള ഏജ് ഉണ്ട്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇതിനെ പറ്റിയിട്ടാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. അല്ലാതെ വേറെ ആരും പോയിട്ട് ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടൊന്നും എഴുതി വെക്കരുത്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമതായി ചോദിച്ചേക്കുന്ന നെയിം ദി പ്രീ ഹിസ്റ്റോറിക്കൽ കൾച്ചർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പുരാതന സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ സംസ്കാരങ്ങളാണ്? 1 പാലിയോളിത്തിക്കൽ ഏജ്, പ്രാചീന ശിലായുഗം. 2 ചാൽക്കോളിത്തിക്കൽ ഏജ്, താമ്രശിലായുഗം. 3 മീസോളിത്തിക് ഏജ്, മധ്യശിലായുഗം. 4 നിയോളിത്തിക് ഏജ്, നവീന ശിലായുഗം. ഈ ഓരോ ശിലായുഗങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഷോർട്ട് നോട്ട് അവർ ചോദിക്കും. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ആദ്യത്തെ ശിലായുഗമാണ് നമ്മുടെ പുരാതന ശിലായുഗം ഓർ പാലിയോളിത്തിക്കൽ ഏജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 പുരാതനമായിട്ടുള്ള കാലഘട്ടമാണ്. അതിപുരാതന കാലഘട്ടമാണ് പാലിയോളിത്തിക്കൽ ഏജ് എന്ന് വെച്ചാൽ മനുഷ്യന്മാര് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, ഒന്നും അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇവർക്കെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ലോകവും അന്ന് ഉണ്ടായിരുന്നില്ല, അവർക്ക് ഒന്നും അറിയില്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജീവിച്ചിരുന്നു? കാടുകളിൽ നിന്നും ഫലങ്ങളെല്ലാം ശേഖരിച്ചിരുന്നു. മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട് കിട്ടുന്ന മാംസം അവർ ഭക്ഷിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആഹാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കാടുകളിൽ നിന്ന് കിട്ടുന്ന ഈ ഫലങ്ങളൊക്കെ ശേഖരിക്കുമ്പോൾ ഇതിൽ നല്ലത് ഏത് ചീത്ത ഏതെന്നൊന്നും അവർക്കറിയില്ല. അവർ കിട്ടുന്നതൊക്കെ കഴിച്ചു നോക്കിയിട്ട് വിഷമുള്ള ഫലം കഴിച്ചിട്ട് ആളുകൾ മരിച്ചും പോയിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ആളുകളുടെ ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നാമത് ക്രൂരമായിട്ടുള്ള മൃഗങ്ങളായിരുന്നു അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. അവര് വേട്ടയാടാൻ പറ്റാത്ത മൃഗങ്ങൾ എന്ത് ചെയ്യും? അവരെ വേട്ടയാടി ആഹാരമാക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ള ആഹാരം എന്ന് വെച്ചാൽ കാടുകളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും പിന്നെ മൃഗങ്ങളുടെ മാംസമായിരുന്നു അവരെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവർ എവിടെയാണ് ജീവിച്ചിരുന്നതെന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ ഗുഹകളിലാണ് ഇവര് ജീവിച്ചിരുന്നത്. ഇതൊക്കെയായിരുന്നു ഈ ഒരു പാലിയോളിത്തിക്കൽ ഏജിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഷോർട്ട് നോട്ട് ഓൺ പാലിയോളിത്തിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാലഘട്ടമാണ് മധ്യശിലായുഗം അല്ലെങ്കിൽ മീസോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്തു? തീ ഉണ്ടല്ലോ, തീ കണ്ടുപിടിച്ചു. ഈ ഒരു മധ്യശിലായുഗത്തിലാണ് ആളുകൾ തീ കണ്ടുപിടിച്ചത്. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് കാട്ടില് ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. ആ ഒരു തീപിടുത്തത്തിൽ നിന്ന് ഒരു മൃഗം വെന്ത് വീണു. അപ്പൊ അതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവർ തീ പിന്നെ ആഹാരം പാകം ചെയ്യാനൊക്കെ യൂസ് ചെയ്തെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു. വേറെ ആളുകൾ പറയുന്നു അവർ പാറകൾ മൂർച്ച കൂട്ടുന്നതിനിടയിൽ തീ ഉണ്ടായതെന്നും പറയുന്നുണ്ട്. അപ്പൊ 2 രീതിയിലാണ് തീ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചതായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത് അവർ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മൈക്രോലിത്തിക് ടൂളുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മൈക്രോലിത്തിക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ കല്ലുകളുടെ മൂർച്ച കൂട്ടിയ ടൂളുകൾ അവർ ഉപയോഗിച്ചിട്ട് വേട്ടയാടാനും മീൻ പിടിക്കാനും ഒക്കെ എന്ത് ചെയ്തു? അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മീസോളിത്തിക്കൽ ഏജിന്റെ എവിഡൻസ് നമുക്ക് എവിടെയൊക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ മധ്യ ഇന്ത്യയിലും ചോട്ടാനാഗ്പൂരിലൊക്കെയാണ് ഈ ഒരു മീസോളിത്തിക് ഏജിലെ ആളുകൾ താമസിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നിയോളിത്തിക്കൽ ഏജ്. നിയോളിത്തിക്കൽ ഏജ് എന്ന് വെച്ചാൽ നവീന ശിലായുഗം. നവീന ശിലായുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്പ് ഉണ്ടായി, അതായത് കുറച്ചും കൂടി ബുദ്ധിയും ബോധവും ഒക്കെ ഈ ജനങ്ങൾക്ക് വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ ഇവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കാനായിട്ട് തുടങ്ങി. അവര് നദികളുടെ തീരത്തൊക്കെയാണ് സ്ഥിരമായിട്ട് താമസിച്ചത്. പിന്നെ അതേപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അവർ പ്രധാനമായിട്ട് വളർത്തിയത് കോലാട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവര് മൺപാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി, വീടുകൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ഒരു ഒരു സെറ്റിൽമെന്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ട് കൃഷി ചെയ്യാനും ആ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ വന്നത് ഈ ഒരു നിയോളിത്തിക്കൽ ഏജിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നിയോളിത്തിക്കൽ ഏജിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ചാൽക്കോളിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രയുഗം. താമ്രയുഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നവീന ശിലായുഗം ഉണ്ടല്ലോ, ശിലായുഗത്തിന്റെ അവസാന ഭാഗത്തെയാണ് നമ്മൾ താമ്ര ശിലായുഗം എന്ന് പറയുന്നത്. അതായത് നവീന ശിലായുഗം നമ്മൾ പറഞ്ഞില്ലേ കൃഷിയൊക്കെ ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. അതിന്റെ അവസാന ഭാഗത്തെയാണ് നമ്മൾ താമ്ര ശിലായുഗം എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ നവീന ശിലായുഗത്തിന്റെ അവസാന ഭാഗം ആയപ്പോ എന്ത് ചെയ്തു? ഇവർ ചെമ്പ് കണ്ടുപിടിച്ചു.
ചെമ്പ് കണ്ടുപിടിച്ചപ്പോ എന്ത് ചെയ്തു? ചെമ്പും വെളുത്തീയവും കൂടി ഇവർ ഉരുക്കിയിട്ട് വെങ്കലം ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു യുഗത്തിനെ വെങ്കല യുഗം എന്ന് പറയുന്നു. അപ്പൊ നവീന ശിലായുഗത്തിന്റെ അവസാന ഭാഗത്തിൽ ഇവര് ചെമ്പ് കണ്ടുപിടിച്ചു. ചെമ്പും വെളുത്തീയവും കൂടെ ഉരുക്കി ഇവര് വെങ്കലം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു യുഗത്തിനെ എന്തെന്ന് പറയുന്നു? വെങ്കല യുഗം എന്ന് അറിയപ്പെടുന്നു. ഇത് എവിടെയൊക്കെയായിരുന്നു ഉണ്ടായെന്ന് ചോദിച്ചാല് തെക്ക് കിഴക്കൻ രാജസ്ഥാൻ, ബീഹാർ, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ചാൽക്കോളിത്തിക് ഏജ് ഉള്ളത്. അത് മാത്രമല്ല വേറൊരു ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ ഇവര് കറുപ്പും ചുവപ്പുമുള്ള മൺകലങ്ങളും എന്ത് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് താമ്രയുഗത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കിയത് പ്രീ ഹിസ്റ്റോറിക്കൽ ഏജിനെ പറ്റിയിട്ടാണ്. അതായത് എന്താണ് പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ ഓഫ് ഇന്ത്യയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കിയത്. 4 തരത്തിലുണ്ട്. ഒന്ന് പാലിയോളിത്തിക്, മിസോളിത്തിക്, നിയോളിത്തിക്, അതേപോലെ തന്നെ ചാൽക്കോളിത്തിക്. പാലിയോളിത്തിക് എന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റോൺ ഏജ്, അതെങ്കിൽ ആദ്യമായിട്ട് അവർ കല്ലുകൾ കണ്ടുപിടിച്ച് അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു, മൃഗങ്ങളെ വേട്ടയാടിയും അതേപോലെ തന്നെ കാടുകളിൽ നിന്നും ഭക്ഷണങ്ങൾ അവർ ഉപയോഗിച്ചു. രണ്ടാമത് നമ്മൾ മീസോളിത്തിക് ഏജ് നോക്കി. അവരെന്താണ് സ്റ്റോൺ ടൂളുകൾ കുറച്ചും കൂടെ പോളിഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ തീ കണ്ടുപിടിച്ചു. മൂന്നാമത് നമ്മൾ നിയോളിത്തിക്കൽ ഏജ് പറഞ്ഞു. നിയോളിത്തിക്കൽ ഏജിലാണ് അവർ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി സ്റ്റാർട്ട് ചെയ്തത്. നാലാമത് നമ്മൾ ചാൽക്കോളിത്തിക് ഏജ് പറഞ്ഞു, അതായത് താമ്ര ശിലായുഗം. അവര് നിയോളിത്തിക്കൽ ഏജിന്റെ അവസാന ഭാഗത്ത് ചെമ്പും വെളുത്തീയവും കൂടെ ഒരുക്കി എന്തുണ്ടാക്കി? വെങ്കലം ഉണ്ടാക്കി. വെങ്കലം വെച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെ അവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല അവരെന്താണ് കറുപ്പും അതേപോലെ തന്നെ ചുവപ്പുമായിട്ടുള്ള രീതിയിലുള്ള പാത്രങ്ങളെല്ലാം നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത് ഈ ഒരു ഏജിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. സോ ആരും സ്കിപ്പ് ചെയ്യാതെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. ഗൈഡ് നന്നായിട്ട് വായിക്കുക. എന്തായാലും 5 ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ